ഇറാനിൽ ആക്രമണം നടത്തിയ അമേരിക്കയുടെ ബോംബർ വിമാനം തകർന്നു വീണ് അതിലുള്ള മുഴുവൻ ജീവനക്കാരും കൊല്ലപ്പെട്ടു. അമേരിക്കയെ ആകപ്പാടെ ഞെട്ടിച്ചിരിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ അരങ്ങേറിയത്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അതീവ ദുഃഖത്തിൻ്റെ ദിവസമാണ് എന്നാണ് ഈ വിഷയമായിട്ട് പ്രതികരിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രതികരിച്ചത്. ആണവ ബോംബ് വാഹക തന്ത്രപ്രധാന ബോംബർ വിമാനമാണ് തകർന്നു വീണത്. വൻ സുരക്ഷയാണ്. B-52 ബോംബർ വിമാനം എന്നാണ് പറയുന്നത്. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ തകർച്ച നേരിട്ടത്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭീമൻ യുദ്ധവിമാനമായിട്ടാണ് അതിനെല്ലാ കാലത്തും അമേരിക്ക പരിചയപ്പെടുത്തി കൊടുക്കാറുള്ളത്. ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് ഈ മേഖല, ഈ തകർന്നു വീണ മേഖല അപ്പാടെ കരിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതും പുകച്ചുരുളുകൾ മാത്രമാണ് കാണാൻ വേണ്ടി സാധിച്ചത് എന്നുള്ളതാണ് സാറ്റലൈറ്റ് ചിത്രത്തിൻ്റെ ആദ്യ ചിത്രങ്ങളൊക്കെ പുറത്തിറങ്ങുന്നതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കപ്പൽ ചാലുകളും ആകാശ നിരീക്ഷണവും നടത്തപ്പെടുന്ന സൈനിക വിഭാഗം പറയുന്നത് ആരും ബാക്കിയായിട്ടില്ല, ദുഃഖത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ പറയാനുള്ളത് എന്ന തരത്തിലാണ്. സാധാരണഗതിയിൽ 5 ജീവനക്കാരാണ് ഈ വിമാനത്തിൽ യാത്ര ചെയ്യാറുള്ളത്. യാത്ര ചെയ്യാന്ന് പറഞ്ഞ സമയത്ത് നിരീക്ഷണത്തിന് വേണ്ടി പൈലറ്റ് കോ പൈലറ്റുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ 5 ജീവനക്കാരാണ് ഉണ്ടാവുക. എന്നാൽ അന്നത്തെ ദിവസം 8 ജീവനക്കാരുണ്ടായിരുന്നു. 8 ജീവനക്കാർ എങ്ങനെയാണ് ഇതിൽ എത്തപ്പെട്ടത്, അല്ലെങ്കിൽ എന്തിനാണ് അവരെ കൊണ്ടുപോയത് എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. വലിയ രീതിയിലുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. തകർച്ചയ്ക്ക് ശേഷം കത്തിക്കരിഞ്ഞിട്ട് ഒരാളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധമാണ് ഇത് സംഭവം നടന്നത്. അത് ഈ വിമാനത്തിൻ്റെ അകത്ത് തകർന്നതാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ നടന്നതാണോ എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. ഈ വിമാനത്തിൻ്റെ അകത്ത് ആയുധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് വരികയാണ്. അതിൻ്റെ ഒരു കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ലഭ്യമാകണം എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നു. വിയറ്റ്നാമിലും ഇറാനിലും ഈ വിമാനം വലിയ രീതിയിൽ യുദ്ധത്തിന് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. വിയറ്റ്നാമിലെ സർവ്വമേഖല ബോംബിട്ട് തകർക്കുന്നതിലും ഈ വിമാനമാണ് പങ്കാളിത്തം വഹിച്ചത്. ഇറാനിലാണെങ്കിൽ അവരുടെ ആണവ മേഖല അപ്പാടെ B-2 യുദ്ധവിമാനം ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയതിനോടനുബന്ധിച്ചുണ്ടായിരിക്കുന്ന ആക്രമണത്തിലും ഇവർ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൻ്റെ കൂടെ എന്നും പറയുന്നുണ്ട്, അത് തന്നെ എന്നും പറയുന്നു. സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ അമേരിക്കയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും വലിയ സുരക്ഷാ വിമാനമായിട്ടാണ് കണക്കാക്കുന്നത്. എഡ്വാർഡ് എയർബേസിൽ നിന്ന് ഉയർന്ന ഉടനെ തന്നെ തകർന്നു വീണ് പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്നു. ചില റിപ്പോർട്ടിനകത്ത് പൊട്ടിത്തെറിച്ച് താഴെ വീണു എന്നും പറയുന്നു. ഒരു ഭാഗം പോലും കൃത്യമായ രീതിയിൽ ശേഷിക്കാത്ത വിധമാണ് അതിൻ്റെ തകർച്ച ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് അതിൽ ചില അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, അഥവാ ഇറാനിൽ ഇതിൽ പങ്കാളിത്തമുണ്ടോ എന്നുള്ളത്. ഇറാൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് അതിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡെമോക്രാറ്റുകളാണ് ഇത് പറയപ്പെട്ടത്. കാര്യം എന്ന് പറഞ്ഞാൽ വിദേശ ശക്തികളുടെ പങ്കാളിത്തമുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം എന്നുള്ള തരത്തിലാണ്. വിദേശ ശക്തി എന്ന് പറയുന്ന സമയത്ത് ഇറാൻ തന്നെയാണ്, വിഷയങ്ങളൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസിഡൻഷ്യൽ ഇലക്ഷനോടനുബന്ധിച്ച് ട്രംപിന് നേരെ വെടിവെപ്പ് നടന്നു. ട്രംപിൻ്റെ ചെവിക്ക് വെടികൊണ്ടു. ആ സംഭവം ഉണ്ടായി. അതിനുശേഷം അദ്ദേഹം അധികാരത്തിലേറിയതിനു ശേഷം 3 തവണയെങ്കിലും ട്രംപിന് നേരെ വധശ്രമം നടന്നിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ഇറാൻ്റെ പേര് അവിടെയൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വന്നതോട് കൂടിയിട്ട് പിന്നീട് ഇറാൻ്റെ പേര് എവിടെയും കേട്ടിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം ഇലക്ഷൻ സമയത്ത് ആക്രമണം നടത്തിയ പ്രതി അപ്പം തന്നെ വെടിവെച്ച് കൊന്നു. അതോടുകൂടി തെളിവ് പോയി. രണ്ടാമതൊരു ആക്രമണത്തിലും പ്രതിയെ പിടികൂടി എന്നും പറയുന്നു, വെടിവെച്ച് കൊന്നു എന്നും പറയുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യം ചെയ്യാറുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ പ്രതിയെ വെടിവെച്ച് കൊല്ലും. അതോടുകൂടി തെളിവുകൾ അപ്പാടെ അവസാനിക്കും. പിന്നീട് അന്വേഷിക്കാൻ വേണ്ടി പറ്റാത്ത സ്ഥിതി വരും. ഏതായിരുന്നാലും ഇറാൻ്റെ പങ്കാളിത്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുദ്ധവിമാനങ്ങൾ കാലോചിതപരമായി മാറ്റപ്പെട്ട വലിയ സാങ്കേതിക സംവിധാനത്തോടു കൂടി നിർമ്മിക്കപ്പെട്ട വിമാനങ്ങളും യുദ്ധസാമഗ്രികളാണെങ്കിലും അതിനൊന്നും ഇപ്പോൾ സുരക്ഷയില്ലാത്തൊരു സ്ഥിതിയിലേക്ക് വരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ പലതിനെക്കുറിച്ചും പറയുന്ന കാര്യം ഇങ്ങനെയാണ്, സാങ്കേതിക സംവിധാനങ്ങൾ ചോർന്നു പോയിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു അപ്പാച്ചെ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടു ഇറാൻ. അത് ഇറാൻ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ അമേരിക്കയുടെ ഒരു പ്രസ്താവന വന്നിരുന്നു, തകർന്നു വീണു, അത് ഹോർമസ് കടലിലാണ് വീണത്, വളരെ പെട്ടെന്ന് തന്നെ അതിനെ എന്ത് ചെയ്യണം, അതിനെ പുറത്തെടുത്തുകൊണ്ട് രാജ്യത്തിലേക്ക് എത്തിക്കണം.
അതല്ലെങ്കിൽ എന്താ വിഷയം എന്ന് വരുന്നത്, അപ്പാച്ചി ഹെലികോപ്റ്ററിൻ്റെ സാങ്കേതിക സംവിധാനങ്ങൾ ഇറാൻ ചോർത്തിയെടുക്കും. അപ്പോൾ ഹെലികോപ്റ്ററിനെ അവിടുന്ന് പുറത്തിറക്കിയിട്ടില്ലെങ്കിൽ പ്രശ്നം ഇതാണ്, സാങ്കേതിക വിദ്യ ഇറാൻ ചോർത്തിക്കഴിഞ്ഞാൽ അതിനേക്കാൾ മെച്ചപ്പെട്ട, ഇപ്പോഴത്തെ സാങ്കേതിക സംവിധാനത്തിനേക്കാൾ മെച്ചപ്പെട്ട അപ്പാച്ചി ഹെലികോപ്റ്റർ ഇറാൻ പുറത്തിറക്കും. പിന്നീട് ഇത് അമേരിക്കയ്ക്ക് തന്നെ വിൽക്കേണ്ടി വരും. സാധാരണഗതിയിൽ ഇറാൻ ചെയ്യാറുള്ളത് അങ്ങനെയാണ്. 100 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകളൊക്കെ റഷ്യയുടെ കൈവശത്തിൽ നിന്ന് വാങ്ങി അത് പൊളിച്ചെടുത്ത് അതിൻ്റെ സാങ്കേതിക സംവിധാനം മനസ്സിലാക്കിയിട്ട് അത് 300-ഉം 500-ഉം കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലാക്കിയിട്ട് റഷ്യക്ക് തന്നെ വിൽപ്പന നടത്തും. ഈ സാങ്കേതികത ഇറാൻ എല്ലാ കാലത്തും പ്രയോഗിച്ചതും എല്ലാ കാലത്തും അവർ വിജയിച്ചതുമാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മുൻപ്, അതായത് കഴിഞ്ഞ വർഷം 2025 ഒരു സംഭവം നടന്നു. ആ സംഭവം ഇസ്രായേൽ ലെബനാനെ ആക്രമിച്ചതാണ്. ഇസ്രായേൽ ലെബനാനെ ആക്രമിച്ചു. ഒരു മിസൈൽ അവിടെ വീണിട്ട് പൊട്ടാതെ കിടന്ന മിസൈലുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ വലിയ പ്രാധാന്യത്തോടും കൗതുകത്തോടും കൂടിയാണ് നോക്കിക്കണ്ടത്. കാരണം ഇസ്രായേലിൻ്റെ ഒരു മിസൈൽ ഒരു ഭാഗത്തേക്ക് വീണിട്ട് അത് പൊട്ടാതിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതല്ലേ. അപ്പോൾ അമേരിക്ക വളരെ പെട്ടെന്ന് തന്നെ ഇസ്രായേലിന് നിർദ്ദേശം നൽകി. അതാണ് ശ്രദ്ധിക്കപ്പെട്ടത്. കാര്യം നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എന്ത് വില കൊടുത്തും അവിടുന്ന് ആ മിസൈലിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള സംവിധാനം ചെയ്യണം. അത് ആകാശ പാരച്ചൂട്ട് ഇറങ്ങിയിട്ടോ എന്താണോ അതിൻ്റെ അത് ചെയ്യേണ്ടത് ആ പ്രവൃത്തി ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ സാങ്കേതിക വിദ്യ ഇറാൻ ചോർത്തിയെടുത്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ മെച്ചപ്പെട്ട മിസൈലുകൾ പിന്നെ അവർ തന്നെ പുറത്തിറക്കും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് പറഞ്ഞ് വലിയ തയ്യാറെടുപ്പുകളൊക്കെ ഇസ്രായേലും അമേരിക്ക സംയുക്തമായി നടത്തി. പക്ഷേ അവർ ആകാശ നിരീക്ഷണം നടത്തിയ സമയത്ത് ഈ മിസൈൽ അപ്രത്യക്ഷമായിരിക്കുന്ന മിസൈൽ അവിടെ നിന്ന് ഹിസ്ബുള്ള ഗ്രൂപ്പ് എടുത്തു കൊണ്ടുപോയി എന്നുള്ളതും അത് പിന്നീട് കടൽ മാർഗം ഇറാനിൽ എത്തിച്ചു എന്നും പറയപ്പെടുന്നു. ഏതായാലും അമേരിക്ക കിട്ടിയിട്ടില്ല എന്ന് ചുരുക്കം. ഇത് വല്ലാത്ത രീതിയിൽ അമേരിക്കക്കും ഇസ്രായേലിനും പ്രയാസമുണ്ടാക്കിയിരിക്കുന്ന കാര്യം. അവിടെ സാങ്കേതിക തകരുന്ന സമയത്തുള്ള ചോരുന്ന സമയത്ത് വല്ലാത്ത രീതിയിലുള്ള പ്രയാസങ്ങൾ അവർക്കുണ്ടാവാറുണ്ട് എന്ന് ചുരുക്കം. പല ഘട്ടങ്ങളിലും ഇതാണ് അവരെ വല്ലാതെ പ്രയാസമാക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 മാസം മുമ്പ് അമേരിക്കയുടെ സൈനികർ ഇറാനിൽ ഒറ്റപ്പെട്ടു പോവുകയും അവരുടെ വിമാനം തകർത്തുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഈ യുദ്ധവിമാനം അമേരിക്ക ഇറാൻ വെടിവെച്ച് വീഴ്ത്തി അമേരിക്കയുടേത്. അതിൽ പൈലറ്റ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷേ പൈലറ്റ് എന്ത് ചെയ്തു? പൈലറ്റ് ഏതോ ഒരു പർവ്വത നിരകളുടെ തായ്വാരത്ത് ഒളിച്ചിരിക്കുന്ന വിവരങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറി. ഒരുപക്ഷെ അങ്ങനത്തെ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം. അപ്പോൾ വലിയ രീതിയിലുള്ള യുദ്ധ തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് പിന്നീട് ഇറാൻ്റെ ഭൂമിയിലേക്ക് അമേരിക്ക പ്രവേശിച്ചത്. അവർക്ക് 2 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ആ യുദ്ധവിമാനത്തെ അവിടുന്ന് രക്ഷപ്പെടുത്തുക, ആ യുദ്ധവിമാനം അവിടുന്ന് കടത്തിക്കൊണ്ടുപോകുക എന്നുള്ളത്. രണ്ടാമത്തത് പൈലറ്റ് രക്ഷപ്പെടുത്തുക എന്നുള്ളത്. പൈലറ്റ് രക്ഷപ്പെടുത്തിയുള്ള വിഷയം എന്താ? പരമാവധി വിവരങ്ങൾ ഇറാൻ ചോർത്തിയെടുക്കും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പ് സംവിധാനത്തോടു കൂടിയുമാണ് അവരവിടെ എത്തുകയും ചെയ്തത്. ഒരു കാര്യത്തിൽ അവർ വിജയിച്ചു, പൈലറ്റിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിച്ചു. മറ്റൊരു കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു. യുദ്ധവിമാനത്തെ അവർ കൊണ്ടുപോകാൻ പറ്റില്ല. പരമാവധി ഭാഗം കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. ബാക്കി അവിടെ തന്നെ ശേഷിച്ചു. അവർ ഇട്ടെറിഞ്ഞു പോയി. കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ ആ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടാവും. കാര്യം എന്ന് പറഞ്ഞാൽ വളരെ വൈകിട്ടാണ് സൈനികർ തന്നെ ഈ വിവരം അറിഞ്ഞത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇറാൻ്റെ സൈനികർ അതായത് രക്ഷപ്പെട്ട വിമാനത്തിനെ വെടിവെച്ച് വീഴ്ത്തിയത് IRGC തന്നെയാണ്. യുദ്ധവിമാനം തകർന്ന് തരിപ്പടമായിട്ടുണ്ട്. ഒരുപാട് തീ പിടിച്ചിട്ടുണ്ട്. പാരച്ചൂട്ട് വഴി പുറത്തിറങ്ങിയത് അവർക്ക് മനസ്സിലാകാൻ സാധിക്കാതെ പോയി. പിന്നീടാണ് ഇങ്ങനെ ഒരു പൈലറ്റ് ആ ഇറാൻ്റെ ഏതോ ഭാഗത്തുണ്ട് എന്ന് മനസ്സിലാക്കി പിന്നീട് IRGC കൂട്ടമായ രീതിയിൽ ഇയാൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തി. അപ്പോഴാണ് വന്നു കഴിഞ്ഞ് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. എന്നാൽ ഈ അന്ന് ശേഷിക്കപ്പെട്ട വിമാനത്തിൻ്റെ പ്രശ്നങ്ങളും വിഷയമായിട്ട് നിലനിൽക്കുന്നു. അതിൻ്റെ സാങ്കേതികതയും ചോർത്തിട്ടുണ്ട് എന്ന് സംശയിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ അയൺ ഡോം പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിൻ്റെത്, ആരോത്രി പോലെയുള്ള പ്രതിരോധ സംവിധാനം അമേരിക്കയുടേത്, ഇതെല്ലാം തകർക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഇറാന് സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും ചോർത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ സാങ്കേതിക ചോർത്ത സമയത്ത് എന്തായി? അത് എത്രത്തോളം ശക്തി ഉണ്ട് എന്നുള്ളതും എത്രത്തോളം പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും, എത്ര വേഗതയിലുള്ള മിസൈലുകളെയാണ് ഈ പ്രതിരോധ സംവിധാനത്തിന് വളരെ പെട്ടെന്ന് തകർക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കിയ ഇറാൻ ഈ പ്രതിരോധ സംവിധാനത്തെയും തകർക്കാൻ പാകത്തിലുള്ള മിസൈലുകൾ നിർമ്മിക്കാൻ തുടങ്ങി.
ഇപ്പോൾ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഹൂത്തികൾ മിസൈൽ ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് ബ്രിട്ടൻ്റെ ഒരു ക്യാപ്റ്റൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് ഈ ഹൂത്തികൾ എന്ന് പറയുന്ന വിമത വിഭാഗത്തിൻ്റെ മിസൈലുകൾ പ്രതിരോധിക്കാൻ സാധിക്കും. അതിൻ്റെ പ്രതിരോധ സംവിധാനമൊക്കെ നമ്മുടെ കൈവശത്തിലുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് അവർ ഒരു ദിവസം ഉപയോഗിക്കുന്ന മിസൈലല്ല പിറ്റേ ദിവസം ഉപയോഗിക്കുന്നത്. ചിലതിൽ വേഗത കൂടുതലാണ്, ശക്തി ഈ സ്ഫോടക ശക്തി കുറവാണ്. ചില സ്ഫോടക ശക്തി കൂടുതലാണ്, വേഗത കുറവാണ്. പല തരത്തിലും പല രൂപത്തിലും ഉള്ളത്, പല കിലോ കണക്കിന് ഭാരമുള്ളത് അവരുടെ കൈവശത്തിലുണ്ട്. ഒന്ന് ചേഞ്ചാക്കി മാറ്റുന്ന സമയത്ത് ഞങ്ങളത് കൺഫ്യൂഷനായി പോകുന്നു എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ സാങ്കേതിക സംവിധാനം വളരെ തന്ത്രപരമായ രീതിയിൽ നീക്കുന്നതാണ് എന്നതിനാൽ വല്ലാതൊന്നും പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇപ്പോഴത്തെ വിമാന തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ ഇറാന് പങ്കാളിത്തമുണ്ടോ എന്നുള്ള കാര്യം ഇനി വരും ദിവസങ്ങളിൽ ഒരുപക്ഷേ പുറത്തു വരാൻ സാധ്യതയുണ്ട്, ഒരുപക്ഷേ അമേരിക്ക അത് പുറത്തുവിടാൻ സാധ്യതയില്ല എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.